ഇപ്പൊ മൾട്ടിപ്പിൾ പിയേഴ്സിങ് ചെയ്യാം, പ്രത്യേകിച്ച് ഇപ്പൊ ഈ ബുഗാഡി സ്റ്റൈലൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ആസ് എൻ ENT സർജൻ എനിക്ക് ചില കൺസേൺസ് ഉണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട്. മെയിൻ ആയിട്ട് നമ്മുടെ ചെവിനെ 2 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. നമുക്ക് താഴെ വരുന്ന ഭാഗത്ത് ലോബ്യൂൾ എന്ന് പറയും, അവിടെ ഫാറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ കാത് കുത്തിയാൽ തന്നെ പെട്ടെന്ന് അത് ഹീലാവും, നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ്. പക്ഷെ നമ്മൾ മേലെ ഈ 2ും 3ും അങ്ങനെ ബുഗാഡിയും ഒക്കെ കുത്തുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് ബോൺ അല്ലെങ്കിൽ കാർട്ടിലേജ് കൂടെയാണ് കുത്തുന്നത്. അങ്ങനെ കുത്തുമ്പോൾ നമുക്ക് 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്, ഹീലിംഗ് ടൈം കൂടുതലാണ്. മാക്സിമം ചെയ്യാതിരിക്കാനാണ് നമ്മൾ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുക. പക്ഷെ ചെയ്യുന്നവരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്റ്റെറൈൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ചെയ്യാം. അത് ഗൺ ഷോട്ട് ആയിരിക്കാം, നീഡിൽ പിയേഴ്സിംഗ് ആയിരിക്കാം. ഗൺ ഷോട്ട് ആണെങ്കിൽ ഒരു സ്റ്റെറൈൽ ആയ സ്റ്റഡ് വെച്ചിട്ടും, നീഡിൽ പിയേഴ്സിംഗ് ആണെങ്കിൽ ഒരു സ്റ്റെറൈൽ ആയ നീഡിൽ വെച്ചും ഹൈജീനിക് ആയ രീതിയിൽ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇടുന്ന കമ്മലിന്റെ കാല് നല്ല നീളമുള്ള കാലായിരിക്കണം ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് പലപ്പോഴും അതിന്റെ പുറത്തുകൂടെ ദശവളർച്ച പോലെയൊക്കെ വരുന്നത്. ഈ ടൈറ്റ് ആയിട്ട് കമ്മൽ ഇരിക്കുമ്പോഴാണ്. പിന്നത്തെ കാര്യം, നമ്മൾ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിയേഴ്സ് ചെയ്തതിന് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് നമ്മളൊരു ആന്റിബയോട്ടിക് ഓയിൻമെന്റ് പോലെയൊക്കെ തേച്ച് കൊടുത്ത് ഒരു 2 വീക്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കമ്മല്. അപ്പൊ ആ ഓട്ട അങ്ങ് ശരിക്കും അങ്ങ് സെറ്റ് ആയിക്കോളും. ഒരു 2 വീക്സ് ആണ് നമ്മൾ യൂഷ്വലി കെയർ കൊടുക്കാൻ പറയാം. പക്ഷെ ചിലർക്ക് മാസങ്ങൾ കഴിഞ്ഞ് ഇൻഫെക്റ്റഡ് ആവുന്നതും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ജനറൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം സേഫ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ മേലെയുള്ള പിയേഴ്സിങ്സ് എല്ലാം ചെയ്യാം.